നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് കുറച്ച് ക്ലീനിങ്ങും പിന്നെ കുറച്ചല്ലാത്ത വിശേഷങ്ങളും. നാളെ നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ്, അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഒരുക്കങ്ങളൊന്നുമില്ല, കുറച്ച് അതിൻ്റെ കുറച്ച് ഇതായിട്ടൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. എൻ്റെ സെറ്റിയൊക്കെ കിടക്കുന്ന നോക്ക്, ഫുൾ പോയി, ഇതെല്ലാം പോയി, ഇവിടെയൊക്കെ പോയി. സെറ്റ് മാറ്റേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞു. ഇതെല്ലാം എന്ത് ചെയ്യുന്നതെന്നറിയോ? വേറൊക്കെ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് കൊടുക്കും, എടുത്ത് കഴിക്കടി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കും. അവൾ ആ ചൂടോടെ ആ പാത്രം കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ വയ്ക്കും, അല്ലെങ്കിൽ ഇവിടെയൊക്കെ വയ്ക്കുന്നതാണ്. ആ പാത്രത്തിൻ്റെ വട്ടമാണ് നിങ്ങൾ കാണുന്നത്. ആ ചൂടടിച്ചിട്ടാണ് അത് ഇങ്ങനെ ചീത്തയായത് കേട്ടോ. ഇപ്പോൾ 6-7 വർഷമായില്ലേ. അപ്പം നമ്മുടെ സെറ്റിയൊക്കെ മാറ്റേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ മാറ്റണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, പല പല കാര്യങ്ങൾ പെൻഡിങ് ആണ്. അപ്പോൾ ബഡ്ജറ്റ്, ഇത് നമുക്ക് മെയിനായിട്ടൊരു പ്രശ്നമുള്ള കാര്യമാണ്. അങ്ങനെ ബഡ്ജറ്റിൻ്റെ പ്രശ്നം വന്ന് ഞാനതങ്ങ് എന്താണ് പറയുക, ആ ഒരു ബുദ്ധിമുട്ടിനെ അങ്ങ് മാറ്റിവെച്ച് അങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ ബജാജ് ഫിനാൻസിൻ്റെ പേഴ്സണൽ ലോണിനെ പറ്റി ഞാൻ അറിയുന്നത്. ആൻഡ് just me guys, that changed everything. ഞാൻ ഓൺലൈനായിട്ട് ഈ ലോണിന് അപ്ലൈ ചെയ്തു. വിത്തിൻ 24 to 48 hours എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലോൺ എമൗണ്ട് ക്രെഡിറ്റ് ആയി. സൂപ്പർ ക്വിക്ക് അപ്രൂവൽ അല്ലേ? ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ്, നമുക്ക് ഈ ലോൺ അപ്രൂവൽ ആവാനായിട്ട് ഒരിടം കൊടുക്കേണ്ടതില്ല. ഫൈനലി എനിക്ക് എൻ്റെ ഈ വീട് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഈ വീടിൻ്റെ പകുതി നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആണ്. നോ ഹിഡൻ ചാർജസ്, everything is properly disclosed and they even offer flexible withdrawals. അതുപോലെ ഈ ലോണിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 40,000 to 55 lakhs വരെയാണ് കേട്ടോ. നമ്മുടെ സോഫ മാത്രമല്ല നമുക്ക് മാറ്റാൻ പറ്റുന്നത്. ഹയർ സ്റ്റഡീസ്, വെഡ്ഡിങ്, പിന്നെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനൊക്കെ വന്നാൽ ബജാജ് ഫിനാൻസ് ലോൺ സൂപ്പറാണ്. സോ ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഹിയർസ് ദ സിമ്പിൾ പ്രോസസ്. ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, എൻ്റെ ബയോയിലുള്ള ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. അപ്പോഴേക്കും ഒരു OTP വരും വെരിഫൈ ചെയ്യാനായിട്ട്. OTP കൊടുക്കുക, ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക, ലോൺ എമൗണ്ട് എത്രയാണെന്ന് ചൂസ് ചെയ്യുക, ഒപ്പം തന്നെ അടയ്ക്കേണ്ട കാലാവധി എത്രയാണെന്നുള്ളതും ചൂസ് ചെയ്യുക. ശേഷം KYC കംപ്ലീറ്റ് ചെയ്യുക. അപ്പോഴേക്കും ബജാജ് ഫിൻസർവിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ശേഷം വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയാൽ എമൗണ്ട് നിങ്ങൾ എത്രയാണോ കൊടുത്തത് അത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റഡ് ആവും. ഈസി. സോ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ വീട് മൊത്തത്തിലൊരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് ഇതുപോലൊരു അർജൻറ്റ് ഫണ്ട് ആവശ്യമാണെങ്കിൽ ട്രൈ ബജാജ് ഫിനാൻസ് ക്വിക്ക് അപ്രൂവൽ ഗ്യാരണ്ടി. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, ഞാൻ ആദ്യം ഇത് ഫിനിഷ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഈ സോഫ എനിക്കെതിരെ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യും. അത്രയ്ക്ക് വൃത്തികേടായിട്ട് കിടക്കുകയാണ്. ഇനി ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. വലയും പൊടിയും അവിടെ ഞാൻ കുറച്ച് ക്ലീൻ ചെയ്തുള്ളൂ കേട്ടോ. കാരണം ഇന്ന് ഞാൻ ക്ലീൻ ചെയ്യാൻ തന്ന സമയം 12 മണിയായി. ഇനി നാളെ ബാക്കി അവിടെ മാത്രം ഒന്ന് ക്ലീൻ ചെയ്തു. ഇനി ബാക്കി ഇവിടെയാണ് ക്ലീനിങ്. എന്താണ് അതൊക്കെ എവിടെ നിന്ന്? പിന്നെ എന്തോ പറയാൻ വന്നു, മറന്നുപോയി. ഇനി വേദയ്ക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്. എന്തായാലും ഡാൻസ് ക്ലാസ് വേദ ഇനി 2:45 എത്തിയിട്ട് പിന്നെ 3 മണിക്ക് കൊണ്ടുപോയാൽ 3:30 അവിടെ എത്തുമ്പം പിന്നെ 1 മണിക്കൂർ വേണമെങ്കിൽ കളിക്കാം. എനിക്ക് ചാലയിൽ പോവേണ്ട ആവശ്യമുണ്ട്. ചാലയിൽ പോകണം. എൻ്റെ പല്ല് ഇതുവരെ ഞാൻ കാണിച്ചില്ല കേട്ടോ. എനിക്ക് കാണിക്കാൻ പോകാൻ നിൽക്കുമ്പോൾ വേദന കുറച്ച് കുറയും. ഇന്നിപ്പോൾ സമയമില്ല പല്ല് കാണിക്കാൻ പോകാനും. ഇനി തിങ്കളാഴ്ചയെ പറ്റും. അങ്ങനെ കുറച്ച് ബിസി. ഇതൊക്കെ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുന്നേ ഇവിടെയൊക്കെ വല അടിച്ചതാണ്. ഇതെന്തിപ്പോൾ ഇത്ര പെട്ടെന്ന് ഇത്ര ഭയങ്കര വല? എനിക്കിരുന്ന് ചാലയിൽ പോകണം, നെട്ടയത്ത് പോകണം. നാളെ എന്താ വിശേഷം എന്നുള്ളത് മറ്റന്നാളത്തെ വീഡിയോയിൽ കാണിക്കാവേ. എല്ലാവർക്കും മനസ്സിലായി കാണും. എങ്കിലും ഇനി അവിടെയൊക്കെ വലയുണ്ട്. എല്ലാം കൂടെ അടിക്കാൻ ഒന്നും സമയം കിട്ടൂല. അതാണ് വേറെ കാര്യം. ആരും ഇറങ്ങി വലയില്ലാന്ന് കാരണമാണ് നാളെ വല അടിച്ചത്. അതാണ് ഇത്രയും വല. എൻ്റെ വസ്ത്രങ്ങളൊന്ന് വിളിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ കരുതുന്നുണ്ടാവും 3 ദിവസം കൊണ്ട് ഞാൻ ഈ ഡ്രസ്സ് ഇട്ടൊക്കെയാണെന്ന്. കല്യാണത്തിന് പോയി കുറച്ച് സമയം ഇട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കരുതി എറണാകുളത്ത് ഇട്ടുകൊണ്ട് പോകാമെന്ന്. അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ അത് ക്ലീനിങ്ങിന് ഇറങ്ങിയപ്പോൾ വീണ്ടും ഞാൻ എന്തായാലും ഇതിന് വാഷ് ചെയ്യാനുള്ളത്. അപ്പോൾ പിന്നെ ഇതിട്ട് കൊണ്ട് ക്ലീനിങ് ചെയ്യാം, വീഡിയോയ്ക്ക് ഒരു ഭംഗി എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അടിച്ച് വാരലൊന്നുമില്ല. നമ്മുടെ ഡോബി തന്നെയാണ്
എന്താണ് ഇവിടെയൊക്കെ വൃത്തിയാക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അടിയിലും ഡോറിൻ്റെ അടിയിലും ഒന്നും അതിന് കയറാൻ പറ്റൂലല്ലോ. അപ്പോൾ പിന്നെ ഇവിടെയൊക്കെ ഞാനിങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കി അങ്ങോട്ടിടും. അപ്പോൾ ഡോബി ബാക്കി വൃത്തിയാക്കിക്കോളും. മുകളിലെല്ലാം ക്ലീൻ ചെയ്തു. പൊടി ഇരിക്കണം പറഞ്ഞ് വർഷത്തിൽ ഒരിക്കൽ തുടച്ചാലും പൊടിയാ. ഞാൻ എന്നും തൂപ്പും തുടപ്പെന്ന് പറഞ്ഞ് ഏട്ടൻ്റെ വർത്താനം കേൾക്കണം. പൊടിയില്ല എന്ന്. അപ്പോൾ പിന്നെ പൊടിയില്ല എന്ന് പറഞ്ഞ് നമുക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രം തൂക്കാൻ തുടക്കുകയും ചെയ്താൽ മതിയാ. എന്നും വൃത്തിയാക്കിയിടുന്നോണ്ടാണ് ഈ വീട് ഇങ്ങനെ കിടക്കുന്നത്. ഓ അങ്ങനെയൊന്നുമില്ല. നമ്മൾ വൃത്തിയാക്കിയിടുന്നോണ്ടാണ് ആ വീട് ഇപ്പം പൊടിയില്ല എന്ന് ഏട്ടൻ പറഞ്ഞില്ലേ, അത് ഞാൻ വൃത്തിയാക്കിയിടുന്നോണ്ടാണ്. ഒരു ദിവസം തൂത്തില്ലെങ്കിൽ വീട് കിടക്കാൻ ഫുൾ നെഗറ്റീവാണ്. ഗായ്സ്, നിങ്ങൾ ഇടി കുടുങ്ങുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ വൈകുന്നേരം ആയാൽ മഴയാണ് കേട്ടോ. ഇപ്പോൾ ഇടിയെല്ലാം കുടുങ്ങി, മഴയെല്ലാം പൊടിഞ്ഞ് നിൽക്കുന്നുണ്ട്, പെയ്തില്ല. കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല രീതിയിൽ മഴ പെയ്യും. എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞു. ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചു, കുളിയെല്ലാം കഴിഞ്ഞു. കുറേ പണിയുണ്ടായിരുന്നു. കുറേ മെസ്സേജസും വീഡിയോസ് വരുമ്പോൾ വസ്ത്രം എടുത്ത് അതെല്ലാം അടുക്കി പറക്കി വെക്കണമായിരുന്നു. വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ കുറേ പരിപാടികൾ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഇനി വേദ ട്യൂഷന് വിടണം. എന്നിട്ട് എനിക്ക് നെട്ടയം പോകണം. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ചാലയിലൊക്കെ ഒന്ന് പോകണം. ചാലയിൽ പോവേണ്ട കാര്യം ഇപ്പോൾ തിരുമല സാധനം ഉണ്ടെങ്കിൽ ചാലയിൽ ഞാൻ പോകുന്നില്ല, മഴയും കൂടി ഉള്ളതുകൊണ്ട്. പിന്നെ എനിക്കൊരു കൊറിയർ ഈ കാർട്ടിൽ വന്ന് കിടക്കുന്നു, പക്ഷെ അത് ഇങ്ങോട്ടേക്ക് വരുന്നില്ല. അതുകൊണ്ട് കൊറിയർ അയച്ച ആളൊന്ന് പോയി അന്വേഷിക്കൂ. കവർ എന്തിന് തട്ടം എടുക്കണം? ഇപ്പം എടുക്കണ്ട, ഞാൻ വൈകിട്ട് നിന്നെ വിളിക്കാൻ വരുമ്പോൾ എടുക്കാം. ഞങ്ങളിന്ന് നെട്ടയത്താണ് സ്റ്റേ. അയാൾ കൊറിയർ ഓഫീസിൽ നിന്ന് അയാൾ പോയി ചോദിക്കൂ എന്ന് പറഞ്ഞാൽ അതങ്ങ് പട്ടത്താണ്. മഴയും വരുന്നു. അയാൾ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു ചോദിക്കൂ എന്ന് പറയാം. 4 സാധനം എന്തോ അയച്ചേക്കുന്നു, ഇതുവരെ അത് എത്തിയിട്ടില്ല. ഇന്നലെ എനിക്കൊരു കോള് വന്നു. നമ്മൾ എറണാകുളം നിന്നപ്പോൾ കൊറിയർ അയക്കണമെങ്കിൽ എന്താ ഒരു OTP എന്തോ അഡ്രസ്സ് എന്തോ ക്ലിയർ ചെയ്യണം, ഒരു ലിങ്ക് അയച്ചു തരുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ഫ്രോഡ് എന്തെങ്കിലും ആണോ എന്ന് എഴുതി ഞാൻ അതിന് റിപ്ലൈ കൊടുത്തില്ല. ഇനി അത് ഇതുമായിട്ട് ബന്ധമുള്ള കാര്യമാണോ എന്നറിയില്ല, പക്ഷെ ഞാൻ അതിന് റിപ്ലൈ കൊടുത്തില്ല. എന്തായാലും അവിടെ പോയി ചെക്ക് ചെയ്യുമ്പോൾ അറിയാമല്ലോ. ഫോൺ നമ്പറും ഇല്ല അവരെ വിളിക്കാൻ. അങ്ങനെ ഇരിക്കുകയാണ്. മഴ 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 മഴ. വേദു ട്യൂഷന് പോകാൻ റെഡി. ഏതാ വേദുവിനെ കാണീര്? എവിടെ? ഇങ്ങോട്ട് പോ. നമുക്ക് ട്യൂഷനും പോയി എനിക്ക് കുറച്ച് പാക്കിംഗ് കവറൊക്കെ വാങ്ങിക്കണം. വസ്ത്രയുടെ പാക്കിംഗ് കവറല്ല, വേറെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. മഴ എങ്ങനെ പോകും? നമ്മൾ പോകാൻ ഇറങ്ങിയതായിരുന്നു. കാറിൽ പോകല്ലാതെ മഴ. ഇനി മഴ മാറില്ല. ഇന്നലെ നമ്മൾ ഹരിപ്പാടിന്ന് ട്രിവാൻഡ്രം വരെയും മഴയായിരുന്നു. ഇങ്ങനെ മഴ ഒരു സ്ഥലത്ത് പോലും മാറിയിട്ടില്ലായിരുന്നു. ഇന്നും ഇതേനിരിക്കും അവസ്ഥ. മഴയായാലും വെയിലായാലും വേദയ്ക്ക് ട്യൂഷന് പോയല്ലേ പറ്റൂ. ഡാൻസിനും അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് അതൊന്നും നടക്കുന്നില്ല കേട്ടോ. സ്കൂളും ക്ലാസ്സും ഒക്കെ ഉള്ളതുകൊണ്ട്. ഇന്ന് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു, പക്ഷേ സ്കൂളുള്ളത് കൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ സ്കൂളിൽ പോയിട്ടൊക്കെ വന്നപ്പോൾ 3 മണിയായി. എല്ലാം കഴിഞ്ഞ് നേരെ ഡാൻസ് ക്ലാസ് എത്തുമ്പോൾ 3:30 മണി. പിന്നെ 4:30 ആകുമ്പോൾ വിടും. പിന്നെ 1 മണിക്കൂറത്തെ കാര്യമല്ലേ ഉള്ളൂ എന്ന് ഡാൻസ് ക്ലാസ്സിന് വിട്ടില്ല കേട്ടോ. പിന്നെ അതേ നേരെ ട്യൂഷന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് പാക്കിംഗ് കവറൊക്കെ വാങ്ങണം. അപ്പോൾ തിരുമല ഇറങ്ങി പാക്കിംഗ് കവർ വാങ്ങാമെന്ന് കരുതി. ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങാമെങ്കിൽ ചാല വരെ ഇനി പോകണ്ടല്ലോ. അങ്ങനെ നേരെ തിരുമലയുള്ള ഒരു ഈ കേക്കിൻ്റെ ഒക്കെ ഇത് കിട്ടുന്ന ഒരു കടയിൽ കയറി ചോദിച്ചു നോക്കി. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ സാധനമുണ്ട്, പാക്കിംഗ് കവറായിട്ടില്ല, ബോക്സ് ആയിട്ടാണ് ഉള്ളത്, അപ്പോൾ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ബോക്സും കവറും ഒക്കെ വാങ്ങുന്നുണ്ടപ്പോൾ ഓൾമോസ്റ്റ് കുറച്ച് പേർക്കൊക്കെ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലേ എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത്. എന്തായാലും നാളെ അതൊരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ, അറിഞ്ഞൂടാത്തവർക്കൊരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ അല്ലേ. ഇനി ഇപ്പോൾ കമൻറ്റ് വരും എന്താണ് സംഭവം എന്നുള്ളത്. എല്ലാവരും സർപ്രൈസ് പൊളിക്കും, അത് വേറെ കാര്യം, എങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബോക്സും കവറും ഒക്കെ വാങ്ങിക്കാൻ വന്നു. ബോക്സ് വാങ്ങാൻ വന്നപ്പോൾ ചെറിയ ബോക്സേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം അതിനകത്ത് ഇരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ബോക്സ് വാങ്ങിക്കണോ പിന്നെ കവർ തന്നെ വാങ്ങാമെന്ന് കരുതി. സിപ്പ് കവർ വാങ്ങുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും, അത് വാങ്ങാമെന്ന് കരുതി. ബോക്സ് കണ്ടോ, ചെറിയ സൈസിൻ്റെതേ ഉള്ളൂ കേട്ടോ. എന്തായാലും ഇവിടെ സാധനമുണ്ട്, തിരുമല സാധനമുണ്ട്. സിപ്പ് കവറാണെങ്കിലും ബോക്സ് ആണെങ്കിലും എന്താണെങ്കിലും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ കടയിൽ സിപ്പ് കവറില്ല, തൊട്ട് ഓപ്പോസിറ്റ് കടയിൽ തന്നെ അതും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇനി ചാല വരെ പോകേണ്ട, നല്ല മഴക്കാരൊക്കെ ഉണ്ട്. തിരുമലയോട്ട് വന്നപ്പോൾ മഴയില്ല കേട്ടോ. നമ്മുടെ വീടിൻ്റെ ആ ഏരിയയിലൊക്കെ ആയിരുന്നു നല്ല മഴ. തിരുമല ഭാഗത്ത് വന്നപ്പോൾ വലിയ മഴയൊന്നുമില്ല, പക്ഷെ മഴക്കാറുണ്ട്. അവിടെ നിന്ന് വരുന്ന ചിലർ കോട്ടൊക്കെ ഇട്ട് വരുന്നുണ്ട്, വേറെ സ്ഥലത്തുനിന്ന് വരുന്ന ചിലർ കോട്ടൊക്കെ ഇട്ട് വരുന്നുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിലായിട്ടാണ് മഴ. ഉറപ്പിച്ചൊരു സ്ഥലത്ത് മഴ മൊത്തത്തിലായിട്ട് മഴയില്ല എന്ന് തോന്നുന്നു കേട്ടോ.
അങ്ങനെ ഇവിടെ വന്ന് ഈ സിപ്പ് കവറെല്ലാം വാങ്ങി ഇനി വേദയെ കൊണ്ടുവന്ന് ട്യൂഷന് വിടണം. ട്യൂഷന് വിട്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ പട്ടത്തൊന്ന് പോകണം. പിന്നെ എനിക്ക് കുറച്ച് കുപ്പിവള വാങ്ങിക്കണം നാളെ ഇടാനായിട്ട്. കുപ്പിവള വാങ്ങണം. എന്നിട്ട് നേരെ വേദയും വിളിച്ച് നേരെ നെട്ടയത്ത് പോകണം കേട്ടോ. ഒരുപാട് താമസിക്കും. വേദയ്ക്ക് 7 മണിക്ക് ട്യൂഷൻ കഴിയത്തുള്ളൂ. ട്യൂഷന് കഴിഞ്ഞിട്ടൊക്കെ വേണം പോവാനായിട്ട്. അങ്ങനെ എന്തായാലും ഇവിടെ നിന്ന് കവർ കിട്ടിയത് എന്തായാലും ഭാഗ്യമായി. ഇനി അങ്ങ് ചാല വരെ പോകണ്ടല്ലോ. റോഡാണെങ്കിൽ ബ്ലോക്ക്. സ്കൂട്ടറിൽ പോലും പോകാൻ പറ്റാത്ത ബ്ലോക്ക് കേട്ടോ. പിന്നെ മഴയും കൂടെ ആയാൽ പിന്നെ പറയണ്ട, ഭയങ്കര ബ്ലോക്ക്. അപ്പോൾ ഈ ചാല വരെയൊക്കെ പോയിട്ട് വരുന്ന കാര്യം കുറച്ച് പാട് തന്നെയാണ്. എന്തായാലും സംഭവം ഇവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ. അങ്ങനെ കുറച്ച് കവർ വാങ്ങി. ഇത് പൊതിയാനായിട്ട് കവർ വേണോ ചേട്ടൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു പൊതിയാനായിട്ടൊന്നും കവർ വേണ്ട, ഇത് മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വസ്ത്രയിൽ ബഹളം കേട്ടോ മെസ്സേജിൻ്റെ ഒക്കെ. അത് ഞാനൊരു സൈഡിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വസ്ത്ര സജീവമായാലും ഞാൻ ഫുൾ ബിസി ആയിരിക്കും കേട്ടോ. ഒരു നേരം എനിക്ക് സമയം ഉണ്ടാവില്ല, എപ്പോഴും ഫോണിലായിരിക്കും. അങ്ങനെ കവറെല്ലാം വാങ്ങിച്ച് വേദ ട്യൂഷനാക്കിയിട്ട് ഇത് നേരെ ഈ കാർട്ടിൻ്റെ ഹബ്ബിലാണ് വന്നത്. അവിടെ വന്നപ്പോഴേക്കും പട്ടത്താണ് വന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇല്ല, ഇവിടെ അല്ല, നമ്മുടെ നിയറസ്റ്റ് ഹബ്ബ് പൂജപ്പുര എവിടെയെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ കൊറിയർ അയച്ച ആൾ എന്തോ ഗൂഗിളിൽ നോക്കിയിട്ട് ഇവിടുത്തെ അഡ്രസ്സാണ് എടുത്ത് എനിക്ക് അയച്ചു തന്നത് കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ ഇവിടെ നിന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ സംഭവം എത്തിയിട്ടുണ്ട്, അത് എന്നെ വിളിച്ചിട്ട് എന്തോ കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഡെലിവറി ചെയ്യാത്തതെന്ന് പറഞ്ഞാണ് അവർ ഒരു ഇത് പറയുന്നത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ പൂജപ്പുര വന്നു. പൂജപ്പുര കുപ്പിവിളയൊക്കെ വിൽക്കുന്ന ഒരു കടയുണ്ട് കേട്ടോ, സരസ്വതി മണ്ഡപത്തിൻ്റെ ഓപ്പോസിറ്റ്. ഒരു ചേച്ചി ഇങ്ങനെ നിറയെ കുപ്പിവിളകളൊക്കെ വിൽക്കും. ഇവിടെ മിക്കവാറും ഒക്കെ കുപ്പിവിള വിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ സ്ഥിരമായിട്ട് ഈ ചേച്ചി ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ചേച്ചിയുടെ കടയിൽ വന്നാണ് കുറച്ച് ഞാൻ നാളെ ഇടാൻ വെച്ചിരിക്കുന്ന ഡ്രസ്സിൻ്റെ മാച്ചിനായിട്ടുള്ള എന്തോ ഒരു കുപ്പിവള ഇടാനൊരു മോഹം കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഡ്രസ്സിൻ്റെ കളർ ഒരു മഞ്ഞ കളർ മസ്റ്റാർഡ് യെല്ലോയ്ക്കാണ്. അപ്പോൾ ആ ഒരു യെല്ലോ ഷെയ്ഡ് ചോദിച്ചപ്പോൾ അതിൻ്റെ ഇല്ല, വേറെ യെല്ലോയേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ നോക്കി ഞാൻ അതുമായിട്ട് മാച്ച് ആവുന്നൊരു കുപ്പിവള എടുത്ത കേട്ടോ. എന്നിട്ട് നേരെ വേദയെ വിളിക്കാൻ പോയപ്പോഴേക്കും വേദയെ വിടാനുള്ള സമയം ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് വേദം വിളിച്ച് നേരെ ഞാൻ വീട്ടിൽ വന്ന് എടുക്കേണ്ട സാധനങ്ങളെല്ലാം എടുത്തിട്ടാണ് നെട്ടയത്ത് പോയത് കേട്ടോ. ഒത്തിരി ലേറ്റായിട്ട് 8:30 മണിയായി ഞാൻ നെട്ടയം എത്തിയപ്പോഴേക്കും. പിന്നെ ചേച്ചിയുടെ നിന്ന് നിറയെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. കുപ്പിവളയുടെ ഒരു ഡസൻ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ കുപ്പിവള ഇടാൻ ആഗ്രഹമുള്ളവർ നേരെ ഇവിടെ പൂജപ്പുര വരാൻ നല്ല വിലക്കുറവിൽ നല്ല കിടിലം പുതിയ മോഡലും പഴയ മോഡലും ഭയങ്കര പണ്ടത്തെ കുപ്പിവളകളൊക്കെ ഇല്ല, അതെല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. പുതിയ മോഡൽസും ഉണ്ട്. കുറേയൊക്കെ ചേച്ചി എടുത്ത് കാണിച്ചു തന്നു, പുതിയതും പഴയതും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇനി ഒരു ദിവസം പകൽ വന്ന്, ഇതിലൊന്നും കാണാൻ പറ്റുന്നില്ല, പകൽ വന്ന് ഞാൻ നന്നായിട്ട് എടുക്കാൻ ചേച്ചി, വീഡിയോ ഒക്കെ നന്നായിട്ട് എടുക്കാൻ, എനിക്ക് വേറെ വള വാങ്ങണം. പകൽ വരുമ്പോൾ കുറച്ചുകൂടെ ഭംഗിക്ക് നമുക്ക് നോക്കിയൊക്കെ എടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ വളയാണ് ഞാൻ എടുത്തത്. ഇത് മാച്ച് ആവും കേട്ടോ. ഇങ്ങനെ ഒരു യെല്ലോയും ഓറഞ്ചും കൂടിയൊക്കെ മിക്സ് ആയിട്ടുള്ളൊരു കളർ ഡ്രസ്സാണ് എൻ്റേത് ടോപ്പ്. അപ്പോൾ ആ ടോപ്പിനനുസരിച്ചിട്ടുള്ള വളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറച്ച് ഒരുപാട് നിറയെ ഇട്ട് കിലുക്കാൻ എനിക്കിഷ്ടമല്ല. കുറച്ച് 1-2 ഇങ്ങനെ കയ്യിലിട്ട് കിലുക്കി നടക്കാനൊരു കൊതി ആയതുകൊണ്ടാണ് അതിപ്പോൾ വാങ്ങിയത്. അങ്ങനെ കുപ്പിവിളയും വാങ്ങി. ഇപ്പോൾ കുപ്പിവിള എല്ലാ ഫാൻസി സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. പക്ഷേ ഇതുപോലെ ഇങ്ങനെ ഒരുക്കി ഭംഗിക്ക് ഇങ്ങനെ കുപ്പിവിള നിറയെ അടുക്കി കെട്ടിയൊക്കെ വെച്ചിരിക്കുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിട്ടോ. അവിടെ നിന്ന് വാങ്ങാനും നമുക്ക് പ്രത്യേക ഒരു സന്തോഷമായിരിക്കും. ഞാനങ്ങനെ വളയൊന്നും അങ്ങനെ യൂസ് ചെയ്യുന്ന ആളല്ല. ഇപ്പം എന്തോ എനിക്കിന്നിപ്പോൾ കുപ്പിവിള ഇടാൻ അങ്ങ് കൊതിയായിട്ട് വയ്യ. അങ്ങനെയാണ് ഞാൻ കുപ്പിവിള വാങ്ങാനായിട്ട് വന്നിട്ടോ. അങ്ങനെ ചേച്ചി പുതിയ കളക്ഷൻസൊക്കെ എടുത്ത് കാണിച്ചു തരാണ്. ഞാനിനി അടുത്ത ആഴ്ച നമ്മളെ വെഡിങ് ആനിവേഴ്സറി ഒക്കെയാണ്. അപ്പോൾ ഇടാനായിട്ട് ഞാനൊരു ചുരിദാർ തയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിന്ന് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണമെന്ന് വെച്ചാണ്, അതുപോലും നടന്നിട്ടില്ല കേട്ടോ. അത് ചുരിദാറിന് മാച്ചായിട്ടുള്ളൊരു വളയൊക്കെ ഞാനിവിടെ ഒരു സെറ്റ് വളയൊക്കെ നോക്കി വെച്ചിട്ട് പോയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു ലൈറ്റുള്ള സമയം വന്ന് നമുക്ക് വീഡിയോ എടുക്കാം, കുറച്ച് വളയൊക്കെ നല്ലതുപോലെ നോക്കിയെടുക്കാം. ഉള്ളിലോട്ടൊക്കെ നിറയെ വളയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇരുട്ടിയതുകൊണ്ട് ലൈറ്റൊക്കെ ഉണ്ട്, പിന്നെ ഇരുട്ടിയതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് നോക്കാനായിട്ട് നിന്നില്ല. ഇവിടെ നേരെ വേദ വിളിക്കാൻ പോകണമല്ലോ എന്നൊക്കെ പറഞ്ഞ് ധൃതി പിടിച്ച് പോയതാണ്. ഇവിടെ പൂജപ്പുര റോഡ് എന്തോ പണി നടക്കുന്നു, അതുകൊണ്ട് വണ്ടികളെല്ലാം അപ്പുറ സൈഡ് വഴിയാണ് പോകുന്നത്. അപ്പോൾ വേദയെ വിളിക്കാൻ പോകുന്നത് അപ്പുറ സൈഡ് വഴിയാണ്. ആ റോഡൊക്കെ ഫുൾ ബ്ലോക്ക് ആട്ടോ, ഭയങ്കര ബ്ലോക്ക്. പിന്നെ ഇലക്ഷൻ്റെയും ഇതിൻ്റെ ഒക്കെ ആയിട്ട് മൊത്തത്തിൽ ബഹളം. അങ്ങനെ അതേ വേദയെ വിളിക്കാനായിട്ട് വന്നപ്പോഴേക്കും സമയമായിട്ടില്ല. അങ്ങനെ ഞാനും ആയിരുന്നു കൂടി ഇവിടെ റോഡിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. കുറച്ച് കഴിഞ്ഞ് സമയമായപ്പോഴാണ് വേദയെ പോയി വിളിച്ചിട്ട് വന്നത് കേട്ടോ. അപ്പോൾ എന്താണ് നാളത്തെ വിശേഷം ഒന്നും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. നാളത്തെ വീഡിയോയിൽ നമുക്കറിയാം എന്താണ് വിശേഷം എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.